Hi dear friends, welcome to Happy Maths Hour. Happy Maths Hour എന്നതിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ആരതി. ഇന്നത്തെ ക്ലാസ്സിൽ മെട്രിസസിൽ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. Symmetric matrix. Let A equal to Aij m by m be a square matrix of order m. Then A transpose equal to A. Then A is a symmetric matrix. അതായത് നമ്മുടെ കയ്യിൽ ഒരു A matrix ഉണ്ട് of order m by m. നമ്മൾ അതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മറ്റൊരു മെട്രിക്സ് കിട്ടി of order m by m. ഈ എയും എ ട്രാൻസ്പോസും കൂടെ ഈക്വൽ ആയ എ മെട്രിക്സ് എന്താണ്? ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. മനസ്സിലായോ? സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് സ്ക്വയർ മെട്രിക്സ് ആണ്, അല്ലാതെ എല്ലാ സ്ക്വയർ മെട്രിക്സും സിമെട്രിക് മെട്രിക്സ് അല്ല. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്ക്വയർ മെട്രിക്സ്, അതായത് എയും എ ട്രാൻസ്പോസും കൂടെ ഈക്വൽ ആയിട്ട് വരുന്ന സ്ക്വയർ മെട്രിക്സുകളെല്ലാം നമുക്ക് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. ഇനി ഞാൻ പറഞ്ഞു സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എന്താ കാര്യം എന്നറിയോ? നമ്മുടെ ഇതിലൊരു 2x2 മെട്രിക്സ് ഉണ്ട്. നമ്മൾ അതിന്റെ ട്രാൻസ്പോസ് എടുത്താലും ഓർഡർ 2x2 തന്നെ അല്ലേ? പിന്നെ ഈ മെട്രിക്സുകൾ തമ്മിൽ ഈക്വൽ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഈക്വൽ ആണെങ്കിൽ അത് സിമെട്രിക് മെട്രിക്സ് ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു 2x3 മെട്രിക്സ് ഉണ്ട്. ഞാൻ അതിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിയുമ്പോൾ തന്നെ 3x2 ആവും. ഒരിക്കലും ഒരു 2x3 മെട്രിക്സും 3x2 മെട്രിക്സും ഈക്വൽ ആവത്തില്ല. സോ സിമെട്രിക് മെട്രിക്സ് കൺസെപ്റ്റ് ഒന്നും അവിടെ വർക്ക്ഔട്ട് ആവില്ല. സോ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് സ്ക്വയർ മെട്രിക്സ് ആണ്. കണ്ടീഷൻ എന്താണ്? എയും എ ട്രാൻസ്പോസും നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടണം. ഇനി നമുക്ക് സിമെട്രിക് മെട്രിക്സസിന്റെ എക്സാമ്പിൾസ് നോക്കാം. എൻ്റെ കയ്യിൽ ഒരു 2x2 മെട്രിക്സ് എ ഉണ്ട്. ഇതാണ് എൻ്റെ 2x2 മെട്രിക്സ് എ. 1 2 2 3. ഓക്കെ, ഞാൻ ഇതിന്റെ എ ട്രാൻസ്പോസ് എടുക്കാം. എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്താ? എയിലെ റോ എല്ലാം എ ട്രാൻസ്പോസിലെ കോളം ആയിട്ട് മാറും. 1 2 2 3. ഇവിടെ നോക്കിക്കേ, എയും എ ട്രാൻസ്പോസും ഈക്വൽ അല്ലേ? സോ എ ഈസ് എ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓർഡർ 2. ഇനി ഞാൻ മറ്റൊരു മെട്രിക്സ് കൺസിഡർ ചെയ്യാണ്. ഒരു 3x3 മെട്രിക്സ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. 1 2 -3 2 4 5 -3 5 6. ഓക്കെ, ഇതിന്റെ എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എങ്ങനെ വരും? എ ട്രാൻസ്പോസ് ഈക്വൽ ടു 1 2 -3. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായി, സെക്കൻഡ് റോ സെക്കൻഡ് കോളമായി, തേർഡ് റോ തേർഡ് കോളമായി. നോക്കിക്കേ, ഈ എയും ഈ എ ട്രാൻസ്പോസും ഈക്വൽ അല്ലേ? ഈ എയും എ ട്രാൻസ്പോസും ഈക്വൽ ആണ്. സോ എ ഈസ് എ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓർഡർ 3. നമുക്കിനി സിമെട്രിക് മെട്രിക്സസ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു 2x2 ഓർഡറിലുള്ള സിമെട്രിക് മെട്രിക്സ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ആദ്യം 2x2 മെട്രിക്സിന്റെ ജനറൽ ഫോം എഴുതാം. A11 A12 A21 A22. നമ്മൾ ഈ ജനറൽ ഫോം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പൊസിഷൻ ഓഫ് എലിമെന്റ്സ് ഇൻ എ മെട്രിക്സ് എന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ സിമെട്രിക് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡയഗണൽ എലിമെന്റ്സ് ഉണ്ടല്ലോ, A11 A22, ഈ ഡയഗണൽ എലിമെന്റ്സിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എഴുതാം. ഞാനിപ്പോൾ A11 ഞാൻ 4 എഴുതി, A22 ഞാൻ 5 എഴുതി എന്ന് വെച്ചു. ഇനി ബാക്കിയുള്ള നോൺ ഡയഗണൽ എലിമെന്റ്സ് ഉണ്ടല്ലോ, ഈ A12ഉം A21ഉം ആ രണ്ടുപേരും ഈക്വൽ ആയിരിക്കണം. ഇപ്പൊ ഞാനിവിടെ 6 എന്ന് എഴുതിയാൽ ഇവിടെയും ഞാൻ 6 എന്ന് എഴുതണം. മനസ്സിലായോ? ഓക്കെ, ഇത് നമ്മുടെ എ മെട്രിക്സ് ആണെന്ന് വെച്ചു. ഇനി എ ട്രാൻസ്പോസ് എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ഇവന്റെ ട്രാൻസ്പോസ് എടുത്താൽ എന്ത് കിട്ടും? 4 6 6 5. ഈ എ ട്രാൻസ്പോസും എയും നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടിയില്ലേ? ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ഒരു 2x2 ഓർഡറിലുള്ള സിമെട്രിക് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന്? നമുക്ക് ഇനി
ഒരു 3x3 ഓർഡറിലുള്ള സിമെട്രിക് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാം. എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ജനറൽ 3x3 മെട്രിക്സ് എഴുതണം. ജനറൽ 3x3 മെട്രിക്സ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പൊസിഷൻ ഓഫ് എലിമെന്റ്സ് ഇൻ എ മെട്രിക്സ് എന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതാണ് നമ്മുടെ ജനറൽ 3x3 മെട്രിക്സ്. ഓക്കെ, ഇനി ഇതില് ഈ A11, A22, A33 ഇത് കണ്ടോ, ഇത് നമ്മുടെ ഡയഗണൽ എലിമെന്റ്സ് ആണ്. നമ്മൾ സിമെട്രിക് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ നേരത്ത് ഈ ഡയഗണൽ എലിമെന്റ്സിന് 3 നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഞാൻ അവിടെ 2 എന്നും 4 എന്നും 6 എന്നും കൊടുത്തു. ഓക്കെ, ഡയഗണൽ എലിമെന്റ്സ് സെയിം തന്നെ, കാര്യം നമ്മൾ A11 ഈസ് ഈക്വൽ ടു A11 എന്ന് കിട്ടും, A22 എന്ന് പറഞ്ഞാൽ നമുക്ക് A22 കിട്ടും, A33 എന്ന് പറഞ്ഞാൽ നമുക്ക് A33 തന്നെ കിട്ടും. ഇനി നമ്മൾ A12 എന്ന് പറയുന്ന എലിമെന്റ്, ഈ A12 എന്ന് പറയുന്ന എലിമെന്റ് നമ്മൾ A21 ഈക്വൽ ആയിട്ട് വേണം എഴുതാൻ. അതായത് A12 മസ്റ്റ് ബി ഈക്വൽ ടു A21. അപ്പം A12 ഞാനിപ്പം ഒരു -7 എഴുതിയ A21 ഞാൻ എന്ത് തന്നെ എഴുതണം, -7 എഴുതണം. അതുപോലെ A13 എന്നുള്ള എലിമെന്റും A31 എന്നുള്ള എലിമെന്റും ഞാൻ ഈക്വൽ ആയിട്ട് വേണം എഴുതാൻ. അതായത് A13ഉം A31ഉം ഞാൻ ഈക്വൽ ആയിട്ട് വേണം എഴുതാൻ. ഇപ്പൊ A13 ഞാൻ 8 എഴുതിയ A31ഉം ഞാൻ 8 തന്നെ എഴുതണം. ഇനി ഈ A23 എന്ന് പറയുന്ന എലിമെന്റും A32 എന്ന് പറയുന്ന എലിമെന്റും ഞാൻ ഈക്വൽ ആയിട്ട് വേണം എഴുതാൻ. ഇപ്പൊ ഞാൻ A23 5 എഴുതിയ A32 ഞാൻ എന്ത് തന്നെ എഴുതണം, 5 തന്നെ എഴുതണം. അതായത് A23ഉം A32ഉം ഈക്വൽ ആയിട്ട് വേണം എഴുതാൻ. അതായത് നമ്മുടെ സ്കിമെട്രിക് മെട്രിക്സിന്റെ കേസിൽ Aij മസ്റ്റ് ബി ഈക്വൽ ടു Aji. ഓക്കെ, ഇത് നമ്മുടെ A മെട്രിക്സ് ആണ്. ഇനി ഞാൻ അതിന്റെ A ട്രാൻസ്പോസ് എടുക്കാൻ വേണ്ടി പോവാണ്. A ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് വന്നത്, 2 -7 8 -7 4 5 8 5 6. ഇവിടെ നോക്കിക്കേ, A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് നമുക്ക് Aക്ക് ഈക്വൽ ആയിട്ട് കിട്ടിയില്ലേ. ഞാൻ ഈ 3x3 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തപ്പം ഞാനൊരു കാര്യം പറഞ്ഞു. A11ഉം A22ഉം A33 നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. കാര്യം എന്താണെന്നറിയോ, ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാലും A11ഉം A22ഉം A33ഉം അവിടെ തന്നെ ഇരിക്കും. അവരുടെ പൊസിഷന് മാറ്റമൊന്നും വരത്തില്ല, അവർ ഇരുന്നിടത്ത് തന്നെ ഇരിക്കും. സോ അവർക്ക് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഇനി A12 എന്ന് പറഞ്ഞ ആള് ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ചാടി എവിടെ പോയിരിക്കും എന്നറിയോ, A21ൽ പോയിരിക്കും. അതുപോലെ A13 എന്ന് പറഞ്ഞ ആള് ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ചാടി എവിടെ പോയിരിക്കും എന്നറിയോ, A31ൽ പോയിരിക്കും. അതുപോലെ A23 എന്ന് പറഞ്ഞ ആള് ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ചാടി എവിടെ പോയിരിക്കും, A32ൽ ഇരിക്കും. നമുക്കിതിനെ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ A12ഉം A21ഉം ഈക്വൽ ആവണം. അതുപോലെ A13ഉം A31ഉം ഈക്വൽ ആവണം. അതുപോലെ A23ഉം A32ഉം ഈക്വൽ ആവണം. അതായത് നമ്മൾ ജനറലി പറയുവാണെങ്കിൽ Aij മസ്റ്റ് ബി ഈക്വൽ ടു Aji എന്ന് വേണം പറയാൻ. അതായത് A23 മസ്റ്റ് ബി ഈക്വൽ ടു A32 എന്ന് പറയുന്ന പോലെ സെക്കൻഡ് റോ തേർഡ് കോളം എലിമെന്റ് മസ്റ്റ് ബി ഈക്വൽ ടു third row second column element. അതായത് in case of symmetric matrix Aij must be equal to Aji. Okay, നമുക്കിനി സിമെട്രിക് മെട്രിക്സിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. Let A equal to Aij m by m be a square matrix of order m, then A transpose equal to A, then A is a symmetric matrix. Aയും A ട്രാൻസ്പോസും ഈക്വൽ ആയിട്ട് കിട്ടിയാൽ അങ്ങനെയുള്ള മെട്രിക്സിനെ നമ്മൾ എന്തെന്ന് പറയും, സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. വേർ Aijയും Ajiയും നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടണം. അതായത് A12ഉം A21ഉം നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടണം. അതുപോലെ A13ഉം A31ഉം നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടണം. ഇപ്പൊ A11 എന്നൊക്കെ വന്നാൽ എന്താണ്, A11 തന്നെ, കാര്യം A11 ഇരുന്നിടത്ത് തന്നെ ഇരിക്കും. അതുപോലെ A22 നമ്മൾ J അങ്ങോട്ട് മാറ്റിയാൽ A22 തന്നെയാണ്, ഇരുന്നിടത്ത് തന്നെ ഇരിക്കും. അത്രയേ ഉള്ളൂ. ഇനി രണ്ട് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു A മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിന്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, Aയും A ട്രാൻസ്പോസും ഈക്വൽ ആണെന്ന് കിട്ടി. സോ ദിസ് ഈസ് എ സിമെട്രിക് മെട്രിക്സ്.
ഒരു 3x3 മെട്രിക്സ് എ തന്നിട്ടുണ്ട്. അതിന്റെ ട്രാൻസ്പോസ് എടുത്തു. ട്രാൻസ്പോസ് എടുത്തപ്പോൾ നമുക്ക് എയും എ ട്രാൻസ്പോസും ഈക്വൽ ആയിട്ട് കിട്ടി. സോ ദിസ് ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് സിമെട്രിക് മെട്രിക്സ്. ഇനി നമുക്ക് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് പഠിക്കാം. Let A equal to Aij m by m be a square matrix of order m, then A transpose equal to minus A, then A is a skew symmetric matrix. നമ്മുടെ കയ്യിൽ ഒരു A മെട്രിക്സ് ഉണ്ട്. നമ്മൾ അതിന്റെ A ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈനസ് എ എന്ന് കിട്ടിയാൽ ആ ടൈപ്പ് ഓഫ് മെട്രിക്സിനാണ് നമ്മൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു A മെട്രിക്സ് തന്നിട്ടുണ്ട്. 0 E F minus E 0 G minus F minus G 0. ഇതാണ് തന്നിരിക്കുന്ന മെട്രിക്സ്. ഇതിന്റെ A ട്രാൻസ്പോസ് ഒന്ന് കണ്ടുപിടിച്ചേ. A ട്രാൻസ്പോസ് എങ്ങനെ വരും? റോ എല്ലാം കോൾ ആവും. 0 E F ഫസ്റ്റ് റോ ഫസ്റ്റ് കോൾ ആയി, സെക്കൻഡ് റോ ദാ സെക്കൻഡ് കോളമായി, തേർഡ് റോ ഞാൻ ദാ തേർഡ് കോൾ ആക്കി. നോക്കൂ, ഇനി മൈനസ് എ കണ്ടുപിടിക്കാം. മൈനസ് എ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എയിലെ ഓരോ എലിമെന്റിനെ നമ്മൾ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്ത് വരും? 0 മൈനസ് ഇ മൈനസ് എഫ് ഇ 0 മൈനസ് ജി എഫ് ജി 0. നോക്കിക്കേ, ഈ എ ട്രാൻസ്പോസും മൈനസ് എയും ഈക്വൽ അല്ലേ? സോ എ മെട്രിക്സ് എന്താണ്? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. നമുക്കിനി ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു 2x2 സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാം. നമുക്ക് ആദ്യം 2x2 മെട്രിക്സിന്റെ ജനറൽ ഫോം അങ്ങ് എഴുതിയേക്കാം. A11 A12 A21 A22. ഓക്കെ, ഈ A11 ഉം A22 എന്നും പറഞ്ഞാൽ എന്താണ്? ഡയഗണൽ എലിമെന്റ്സ് ആണ്. ഈ A11 ഉം A22. ഈ ഡയഗണൽ എലിമെന്റ്സ് രണ്ടും നമുക്ക് അങ്ങ് 0 എന്ന് കൊടുക്കാം. ഓക്കെ, സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൽ ഡയഗണൽ എലിമെന്റ്സ് എപ്പോഴും 0 ആയിരിക്കും. അതുപോലെ ഈ A12 A21 ഉണ്ടല്ലോ, ഈ A12 എന്ന് പറയുന്ന സംഗതി മൈനസ് A21 ഈക്വൽ ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ 1 കൊടുത്താൽ ഇവിടെ നമ്മൾ -1 കൊടുക്കണം. മനസ്സിലായോ? അങ്ങനെ വേണം സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ. ദാ നോക്കിക്കേ, ഇവിടെ A എന്നൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. 0 1 -1 0. നമ്മൾ അതിന്റെ A ട്രാൻസ്പോസ് ഒന്ന് എടുത്തേ. A ട്രാൻസ്പോസ് എടുത്തു കഴിയുമ്പോൾ 0 1 -1 0 എന്നായി. ഞാനിവിടെ -A എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 0 -1 1 0. നോക്കിക്കേ, ഇവിടെ A ട്രാൻസ്പോസ് ഈക്വൽ ടു -A എന്ന് കിട്ടിയില്ലേ? നമുക്കിനി ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓർഡർ 3 കൺസ്ട്രക്ട് ചെയ്യാം. ഓർഡർ 3 കൺസ്ട്രക്ട് ചെയ്യാൻ ആദ്യം എന്ത് എഴുതണം? ആ ജനറൽ 3x3 മെട്രിക്സ് അങ്ങ് എഴുതിയാൽ മതി. ആദ്യം A11 A12 A13 A21 A22 A23 A31 A32 A33. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നമ്മുടെ ഈ ഡയഗണൽ എലിമെന്റ്സ് ഇല്ലേ, അതായത് A11 A22 A33 അവരെല്ലാം അങ്ങ് 0 ആക്കി കൊടുത്തേക്കാം. ഓക്കെ, ഡയഗണൽ എലിമെന്റ്സ് എല്ലാം 0. ഇനി നമ്മുടെ ഈ A12 എന്നൊരു എലിമെന്റ് ഉണ്ടല്ലോ, A12 എന്നുള്ള എലിമെന്റ് ഞാൻ 4 എന്ന് എഴുതിയാൽ A21 എന്നുള്ള എലിമെന്റ് ഞാൻ -4 എന്ന് വേണം എഴുതാൻ. അതായത് A12 must be equal to -A21 എന്ന് കിട്ടണം. ഇനി ഞാൻ A13 എന്നുള്ള എലിമെന്റ് -5 എഴുതിയാൽ A31 എന്നുള്ള എലിമെന്റ് എന്ത് എഴുതണം അറിയോ? +5 എന്ന് എഴുതണം. മനസ്സിലായോ? സൈൻ നേരെ തിരിക്കണം. അതായത് A13 എന്ന് പറഞ്ഞാൽ -A31 ആണ് ഈക്വൽ ആയിട്ട് വരിക. ഇനി ഇതാ നോക്കൂ, A23 ഒരു വാല്യൂ ഞാൻ 7 എന്ന് എഴുതിയാൽ A32 ഞാൻ എന്ത് എഴുതുന്നു അറിയാവോ? -7 എന്ന് വേണം എഴുതാൻ. അതായത് A23 എന്ന് പറഞ്ഞാൽ -A32 ഈക്വൽ ആണ്. അതായത് നമുക്ക് ജനറലി പറയുവാണെങ്കിൽ Aij എന്ന് പറഞ്ഞാൽ -Aji എന്നാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ കേസിൽ വരുന്നത്. നോക്കൂ, ഇത് നമ്മുടെ A മെട്രിക്സ്. ഇത് നമ്മുടെ A മെട്രിക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി ഞാൻ അതിന്റെ A ട്രാൻസ്പോസ് എടുക്കാൻ പോവാണ്. A ട്രാൻസ്പോസ് എന്തോ വരും? 0 4 -5 -4 0
7 5 minus 7 0. ഓക്കെ, നോക്കിക്കേ. ഇനി മൈനസ് എ എടുത്താൽ എനിക്ക് എന്തോ കിട്ടും? മൈനസ് എ എടുത്താൽ എന്താ കിട്ടുക? 0 minus 4 5 4 0 minus 7 minus 5 7 0. നോക്കിക്കേ, A transpose equal to minus A എന്ന് കിട്ടിയില്ലേ? So this is a skew symmetric matrix. നമ്മൾ 3/3 skew symmetric matrix കൺസ്ട്രക്ട് ചെയ്തപ്പം അവസാനം പറഞ്ഞു AJ I എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ എന്ത് കിട്ടണം? മൈനസ് AIJ എന്ന് കിട്ടണം. ഇപ്പൊ ഐയുടെ വാല്യൂം ജെയുടെ വാല്യൂം ഈക്വൽ ആയാൽ എന്താണ് വരിക? ഡയഗണൽ എലിമെന്റ്സ് ആണ് ഐയുടെ വാല്യൂം ജെയുടെ വാല്യൂം ഈക്വൽ ആവുന്നത്. സോ ഈ നമ്മൾ അങ്ങനത്തെ കേസിൽ നമുക്ക് ഇതിനെ AII ഈക്വൽ ടു മൈനസ് AII എന്ന് എഴുതാം. അങ്ങനെയാണ് 2AII എന്ന് പറഞ്ഞാൽ 0, that is AII ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതായത് diagonal elements of a skew symmetric matrices are 0. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചിലപ്പോൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. നമുക്കിനിയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. Let A equal to Aij m by m be a square matrix of order m, then A transpose equal to minus A, then A is a skew symmetric matrix. Aij equal to minus Aji for all possible values of I and j. ഇനി diagonal elements of a skew symmetric matrix are 0. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇത് ഓൾറെഡി പ്രൂവ് ചെയ്തു. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു, ടേക്ക് കെയർ ആൻഡ് ബൈ.